ടീച്ചറെ 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 നീ ഇന്ന് ലീവാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ലീവ് കിട്ടി. അതുകൊണ്ട് ഞാൻ പിന്നെ ടീച്ചർ അവളോട് ഇല്ല. എന്തായാലും നീ ലീവ് എടുത്തല്ലേ, പോയിട്ട് നാളോ. ടീച്ചറോട് പോയി. അതൊക്കെ എന്തിനാ നീ അറിയുന്നേ? നിന്നോട് പോയിക്കോളാൻ പറഞ്ഞില്ലേ? എന്തേ? ഒന്നുമില്ല. എന്റെ അച്ഛന് പണ്ടൊരു ലാമ്പി ഉണ്ടായിരുന്നു. പെട്രോൾ ഇല്ലാതെ 75 കിലോമീറ്ററോളം. എന്തൊരു തള്ള സുരണ്ണ. ആ തള്ളില്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവട്ടെ. ഇവന് പണിയേ അറിയത്തില്ല. ലീലേ ലീലേ ഭാര്യയെ കൊന്നാണോ നിങ്ങൾ പറയുന്നത്? അയാളത് ചെയ്യും. ഞാൻ കണ്ടു എന്നറിഞ്ഞ സ്ഥിതിക്ക് അയാൾ എന്നെയും കൊല്ലും. അതെനിക്ക് ഉറപ്പാ. അത്രയ്ക്ക് ദുഷ്ടനാ അയാള്. വെറുതെ കാര്യം ആളെ കൂട്ടല്ലേ. സുരണ എന്താ വേണ്ടതെന്ന് ഞങ്ങൾ നോക്കിക്കോളാം. സുരണ എന്താടാ ഒരു കാര്യം പറയട്ടെ എന്ന് ഒന്നാണ് വന്നു. എന്ത് അണ്ണ എന്താ നിങ്ങളുടെ ഉദ്ദേശം? വേണ്ടാത്ത വള്ളി കേസുകളൊന്നും കയറി പിടിക്കല്ലേ. ഇത് കൊലക്കേസാണ്, അല്ല നിങ്ങളുടെ തള്ളു കേസല്ല. പിന്നെ ഇങ്ങനെ സംഭവം പറഞ്ഞിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കാനാ? അതും സുര. അണ്ണ അത് റിസ്ക് ആണ്. നമുക്കല്ല പോലീസിനെ വിളിക്കാം. എന്തായാലും നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. വാടാ ഇല്ലേ, വിഷമിക്കണ്ട, ഞങ്ങൾ പോയി നോക്കിട്ട് വരാം കേടാ. വാടാ. ചേട്ടാ
എങ്ങനെ ഉണ്ടായിരുന്നു? ആ ട്രിപ്പൊക്കെ സൂപ്പർ ആയിരുന്നു. അതെയോ? ഞാൻ 2 CB പറഞ്ഞിട്ടുണ്ട്. ഏട്ട് ചിക്കൻ ബിരിയാണി കഴിക്കൂലേ? MB കൂടുതൽ ഇഷ്ടം. ഏ? മട്ടൻ ബിരിയാണി. ആ CB കഴിക്കൂ. സർ ഇതിലെന്താടോ മുട്ടയില്ലാത്ത? ഇവിടെ മുട്ട വെക്കില്ല സർ. ആ ഇവിടുത്തെ കോഴികളൊന്നും മുട്ടയിടൂല. അറിയില്ല സർ, ഞാനിവിടെ പുതിയ ആളാ. അടുക്കളയിൽ പോയി 2 മുട്ട എടുത്തിട്ട് വാ. ശരി സർ. ഒയിങ്ങിയ ആ ആ പിന്നെ എന്താ കിട്ടുന്ന പാവാടെ അല്ല. എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ കാണുന്നത് മോശമെന്നാ പണ്ടുള്ള ആൾക്കാർ പറയാം. പക്ഷെ എല്ലാം ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ജയശേട്ടാ, ഞാൻ പറയാൻ പോകുന്ന കാര്യം ജയശേട്ടൻ പീസ്ഫുള്ളായിട്ട് കേൾക്കണം. ഒട്ടും എജിറ്റേറ്റഡ് ആവരുത്. അത് എനിക്കൊരു ഇഷ്ടമുണ്ട്. ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുക. ജയശേട്ടൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണം. മനസ്സിലായി മനസ്സിലായി. ഫ്രാങ്ക് ആണല്ലേ? എടുത്തു ക്യാമറ എടുത്തു. ഫ്രണ്ട്സ് ഐഡിയ എടുത്തു. പ്രാങ്ക് ഒന്നുമല്ല, സത്യമായിട്ടും മരിച്ചുപോയ എൻ്റെ അമ്മമ്മയാണ് സത്യം. ജയശേട്ടൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണം. കല്യാണം ഉറപ്പിച്ച സമയത്ത് എന്റെ വായിൽ എന്തേലും ഉണ്ടം പൊരിയും. മണ്ഡപവും ബുക്ക് ചെയ്ത് കല്യാണം കത്തുമടിച്ച് നാട്ടുകാരെ മൊത്തം വിളിച്ചതിന് ശേഷം തോന്നിയ ദിവസം പറയാ എനിക്ക് എന്റെ പുരക്കാരോട് പറഞ്ഞുകൂടേനോ? അറ്റ്ലീസ്റ്റ് എന്നെ ഇഷ്ടമല്ലെന്നെങ്കിലും പറഞ്ഞുകൂടേനോ? ഏട്ടനെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. പിന്നെ പക്ഷെ അതിന് ശേഷം ഞാൻ എൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞത്. LKG തൊട്ട് എൻ്റെ ഒപ്പരം പഠിച്ച ആളാ. ഞങ്ങളുടെ ഇഷ്ടങ്ങളെല്ലാം ഒന്നായിരുന്നു. ഇഷ്ടമുള്ള സിനിമ, ഇഷ്ടമുള്ള പാട്ട്, ഇഷ്ടമുള്ള നിറം, അങ്ങനെ അങ്ങനെ. മോനേതാ ഏത് നായി അത്? കൃഷ്ണ, പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഹോസ്റ്റലിലൊക്കെ ഒരുമിച്ചായിരുന്നു. കല്യാണം കഴിഞ്ഞാൽ ഇനി ഒരിക്കലും ഒരുമിച്ച് താമസിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാ അന്ന് വയനാട്ടിലേക്ക് ആ ട്രിപ്പ് പോയെ. അന്നവിടെ ഒരുമിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളുടെ പ്രണയത്തിന് മഴവില്ലിൻ്റെ അഴകാണെന്ന്. ഇതാ സർ, സാറിന്റെ പുഴുങ്ങിയ മുട്ട. ചേട്ടാ, ഞങ്ങളുടെ പ്രണയത്തിന് ജയശേട്ടനെതിരെ നിൽക്കരുത്. എന്നെ ഇഷ്ടമായില്ലെന്നേ വീട്ടിൽ പറയാവൂ. ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് ചേട്ടൻ ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണം. നിങ്ങൾ രണ്ടുപേരും ഞാൻ മൊണ്ണനാന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ ഐഡിയ അല്ല എനിക്ക് മനസ്സിലായി. നല്ല തിരക്കുള്ള റെസ്റ്റോറൻറ്റിൽ കൊണ്ടുവന്ന ഞാൻ ഒച്ചപ്പാടാക്കൂല എന്ന് വിചാരിച്ചിട്ടല്ലേ? എന്തായാലും ഇന്നെ എനിക്കിനി വേണ്ട. കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ല എന്നുള്ളൂ. എന്നെ പെറ്റ അമ്മയാണ്, മാമ്പർത്ത ഭഗവതിയാണ്. ഇന്നോട് ഞാൻ പുറത്താലും തറവാട്ട് പറഞ്ഞ പെമ്പിളറെ കൈയും കലാശം കാണിച്ച് വശീകരിച്ചു കൊണ്ടുവന്ന മൂദേവി ഇന്നോട് ഞാൻ പൊറുക്കൂല. എല്ലാം വെള്ളം കിട്ടാണ്ട് ചാവണേ, വെള്ളം കിട്ടാണ്ട് ചാവും. Men don't cry. Don't cry. ധൈര്യം നിൽക്കുന്നില്ലല്ലോ. ഞാൻ വീഴൂല. മാമ്പറത്തെ ശേഷം വീഴാൻ പാടില്ല. ഞാൻ വീഴൂല. നമ്മൾ എങ്ങനെയാ ഈ മൂഡില് ബെഡ്റൂമിൽ പോവാ? മൂടൊക്കെ വന്നോളും, ഇല്ലെങ്കിൽ വരത്തില്ലേ. ഇവനെ കുറിച്ച് ഓർക്കാതിരുന്ന മതില്ലേ? ഈ മൂടൊക്കെ മാറും. ഞാനല്ലേ പറയണ. വാ
നോ. രംഗബോധമില്ലാത്ത കോമാളി നിന്നെ ഞാൻ ഇടിച്ച ഈ ബ്ലഡി ക്ലോക്ക് എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിക്കുന്നേ? അയ്യോ അത് ക്ലോക്ക് അല്ലേ മാഡം, പിന്നെ കോളിംഗ് ബെല്ലാണ്. അതാ എന്റെ ഭാര്യയാണ് ആശ. ഞാൻ പറഞ്ഞില്ല ഭാര്യ. ഈ ഭാര്യയും ഭർത്താവും കൂടി മനുഷ്യരെ ഭ്രാന്ത് പഠിപ്പിക്കും. നിന്റെ ഭാര്യയിൽ നിന്ന് നിന്റെ മുന്നിൽ വെച്ച് കൊല്ലൂടാ. ഒന്നും ചെയ്യല്ല സാറേ പ്ലീസ്. നിന്റെ ഭർത്താവിനെ ഞാൻ നിന്റെ മുന്നിൽ വെച്ച് കൊല്ലും. ഒരു ഭാര്യയും ഭർത്താവും വന്നിരിക്കണം. മനുഷ്യന്റെ മനസ്സമാധാനങ്ങളായിട്ട് അവസാനം നിന്റെ ഭാര്യനെ വേണമെങ്കിൽ ഒന്ന് കണ്ടോ. ആദർശ് പരിചയമുള്ളതുകൊണ്ട് ആദർശ് വാതിൽ തുറക്ക്. അതെന്റെ ഭാര്യ അഞ്ജലി. എന്റെ ഭാര്യ കെട്ടി ഒരുങ്ങി പുറത്തു വന്നിക്കണത്. എന്റെ ബോധം ഇപ്പൊ പോവും. സാറേ സാറേ മാഡത്തിന്റെ മോള് പോയി. അല്ല മാഡം നീ എന്ത് കാണിക്കണത്? കൃത്രിമ ശ്വാസം കൊടുക്ക. ഒന്നും വേണ്ട ഒന്നും വേണ്ട. എന്നാ പഞ്ചസാര ആക്കിയിട്ട് വാങ്ങി ചോദിച്ചാലോ? നോ ഷുഗർ. സാർ ഒന്ന് പിടിച്ചേ. നിങ്ങളുടെ കുടുംബകാര്യങ്ങളിൽ ഞാൻ ഇടപെടുന്നത് ശരിയല്ലല്ലോ. അപ്പൊ ഞാൻ പോയിക്കോട്ടെ. നിന്റെ പേരെന്താ? നന്ദൻ. എടാ എന്നില്ല ഇവിടെ ഇവിടെ ഒന്ന് കുറച്ചു നേരം പിടിച്ചേ. ഓപ്പണല്ലോ. എടാ എടാ നീ കുറച്ച് നേരത്തേക്ക് ഇവിടെ ഒന്ന് ഭാര്യയാക്കണം. എടാ നിന്റെ ഭാര്യയുടെ ഗർഭം ഞാൻ ചൊങ്കാടാ. പ്ലീസ് സാറ് പോലീസിനൊക്കെ പിടിപാടല്ലേ സാറെന്തിനെ കിടന്ന് പാടുപെടുന്നത്? എടാ പോലീസിന് ഭരിച്ച മന്ത്രിയുടെ മോളാടാ അവള്. മനസ്സിലായോ? ഇതാണ് കറക്റ്റ് ജോഡി. ഭാര്യ അല്ല ഭർത്താവ് ഭാര്യ. വാട്ട് യു മീൻ എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യയുടെ മുന്നിൽ നിങ്ങൾ കുറച്ചു നേരം ഭാര്യയും ഭർത്താവായിട്ട് അഭിനയിക്കണം. എനിക്ക് സമ്മതമല്ല. കല്യാണം കഴിക്കണം എന്നല്ലേ പറഞ്ഞേ, കുറച്ചു നേരം അഭിനയിക്കണം എന്നല്ലേ പറഞ്ഞോളൂ അല്ലേ ശ്രദ്ധ? പിന്നല്ലെങ്കിൽ അവള് നമ്മള് മൂന്നുപേര് കൊന്നു കളയും. പ്ലീസ്, ഷീ ഈസ് വെരി ഡേഞ്ചറസ്. അവര് ഭയങ്കര ഡേഞ്ചറാണ്. റോട്ടിലിരിക്കുമ്പോ അവര് കാറ് തല്ലിപ്പൊളിക്കണ ഞാൻ കണ്ടാണ്. കാറല്ല ജീപ്പ് തല്ലിപ്പൊളിക്കണു. അല്ല കാറാണ് ജീപ്പാണെന്ന് എനിക്കറിയില്ല. എന്താ പ്രശ്നം? കാറാണെങ്കിൽ ജീപ്പാണെങ്കിലും തല്ലി പൊളിക്കുന്നു മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ നിനക്കും പ്രശ്നമാണ് ശ്രദ്ധ. സാർ എന്തായാലും ഞാൻ ഇല്ലട്ടെ, എനിക്ക് പേടിയാണ് അഭിനയിക്കാൻ. പേടിയാണ്. പേടിയില്ലല്ലോ, അഭിനയിക്കാനാണോ പേടി? എടാ പ്ലീസ് നിന്റെ കാലം പിടിക്കാൻ പൈസ എത്ര വേണമെങ്കിൽ ഞാൻ തരും. ചങ്ക് ചോദിച്ചാലും ഞാൻ പറിച്ചു തരും അല്ലേ? എത്ര കാശ് വേണം? എനിക്ക് എത്ര കാശ് വേണം? ഇവിടെയൊക്കെ പൈസ പിടിച്ചോ. സാർ ഇതൊക്കെ കള്ളപ്പണമല്ലേ? കള്ളപ്പണം ഞാൻ അധ്വാനിച്ചിട്ടാക്കിയ കാശ് കള്ളപ്പണമാണ് ബാക്കിയുള്ളവർക്ക് പറയാം. കണക്കാരെ കാണിക്കണ്ടേ? ഞാൻ ആരെ ബോധിപ്പിക്കണ്ടേ? ഈ കാശ് എനിക്ക് വേണ്ട സാർ. ആരെയും കാശ് വെറുതെ തരുവാടാ. കള്ളപ്പണം സാറേ ഞാൻ മറ്റേ കണക്കൊക്കെ എഴുതി വെച്ച് എന്റെ ആവശ്യത്തിനുള്ള പൈസയിൽ വെച്ചില്ല, അത് തരുമോ എനിക്ക്? അതാ അത്രയും മതിയാ. ആ എമൗണ്ട് എല്ലാ ക്രിസ്മസിനും ചോറുന്നതിന് മുന്നേ ഞാൻ കൊണ്ടെത്തിക്കും. ഇനി മോളിവനെ നിന്റെ ടൈപ്പ് ആക്കിക്കൊന്ന് ഡ്രസ് സ്റ്റൈലേക്ക്. I am coming darling. വേഗം വേഗം വേഗം. Yeah, I'm coming darling. അഞ്ജു നീ എന്താ ഈ സമയത്ത് ഇവിടെ? നിങ്ങൾ ഡൽഹി പോയിട്ട് എന്താ ഇവിടെ? അത് വലിയൊരു കഥയാ അല്ലേ? ഇത് രാമൂർത്തി, അത് മിസ്സിസ് രാമൂർത്തി, എന്റെ ഫ്രണ്ടാ രാമൂർത്തി. മിസ്സിസ് രാമൂർത്തിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഡൽഹിയിൽ നിന്ന് കേരളത്തിൽ എത്തിയപ്പോഴാ അവരെന്നെ കണ്ടുപിട്ടണേ എയർപോർട്ടില്. പിന്നെ പുള്ളിക്ക് എന്നോട് കുറച്ച് ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കേണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ ഫാം ഹൗസിലേക്ക് പോകുന്നോട്ടേന്ന് അല്ലേ?
ഇവനാ നമുക്ക് ഡൽഹി ചെല്ലുമ്പോ എല്ലാം സഹായം ചെയ്തു തരട്ടെ. അന്ന് സാരിയൊക്കെ വാങ്ങി കൊടുത്തു വിട്ടില്ലേ? ഫ്രണ്ട്ഷിപ്പ് അല്ല വലുത്, ഒരു സെമിനാർ. നിങ്ങൾ എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്തു എന്ന് പറഞ്ഞല്ലോ എനിക്ക് മെസ്സേജ് അയച്ചത്. എയർപോർട്ടിൽ അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ 2 സൈഡിലല്ലേ? പിന്നെ എങ്ങനെ ഇവരെ കണ്ടേ? അതാണ് രസം. ഞാൻ നിന്നെ ചെക്ക് ഇൻ ചെയ്തു എന്ന് വിളിച്ച് പറഞ്ഞതിന് ശേഷം ഫ്ലൈറ്റ് മോഡിലേക്ക് ആക്കാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് രാമൂർത്തിനെ വിളിച്ചേക്കാം എന്നൊരാഗ്രഹം. വിളിച്ചപ്പോ പുള്ളിക്ക് അവിടെ കുറെ ലക്ഷറി കാറും ഒരു മലയാളി ഡ്രൈവറുണ്ട് അല്ലേ? പേരെന്തായിരുന്നു, ഞാൻ മറന്നുപോയല്ലോ ഡ്രൈവറുടെ. സുഖേന്ദർ സിംഗ്. മലയാളി ഡ്രൈവറുടെ പേരാണത്? സുഖി പേര്, ഞങ്ങള് കളിയാക്കി വിളിക്കുന്നത് സുഖേന്ദർ സിംഗ് അല്ലേ? അങ്ങനെ സുഖം വേണോ ലക്ഷറി കാറ് വേണോ എന്ന കൺഫ്യൂഷനിലിരിക്കുമ്പോഴാണ് ഞാൻ ഈ മുറിച്ചാറെ വെറുതെ ഒന്ന് വിളിച്ചത്. വാട്ട് എ കോഇൻസിഡൻസ്. They are here, landed. പിന്നെ നോക്കിയില്ല, ഫ്ലൈറ്റിൽ നിന്ന് പുറത്തിറങ്ങി, pick them and arranged all, brought them here. മിസ്സസ് രാമൂർത്തിയുടെ പേര് പറഞ്ഞില്ല. ലീലാമണി. മണി. ലീലാമണി രാമമൂർത്തി. രാമൂർത്തി, ലീലാമണി രാമൂർത്തി. എന്തൊരു ചേർച്ച. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയാ ലീലാമണി. നിങ്ങളിങ്ങനെ ഒരു ഫ്രണ്ടിനെയും ഫാമിലിയെയും കുറിച്ച് ഇതുവരെ എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എങ്ങനെ പറയുന്നതിനോട്? നീ വേറെ ലോകത്തല്ലേ ജീവിക്കുന്നേ? ക്ലബ്ബ്, പാർട്ടി, നിനക്ക് ഇതിനൊക്കെ സമയം വേണ്ടേ? നിങ്ങൾക്ക് എപ്പോഴും പൊളിറ്റിക്സ് മാത്രമേ വിഷയമുള്ളൂ. എനിക്കതൊരു മണ്ണാൻ കട്ടേ മനസ്സിലാവൂല. അത് മാത്രമല്ല എൻ്റെ അടുത്ത് പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മിസ്റ്റർ രാമൂർത്തി ഡൽഹി രാഷ്ട്രീയത്തിലെ വമ്പൻ സ്രാവാണ്. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള പരിചയം അല്ലേ? ഡൽഹി രാഷ്ട്രീയത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത the political kingmaker. He is the one who can connect all the dotted lines of political landscapes of Delhi. ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുത്തത് മോസ്റ്റ് ഡൈനാമിക്, അമേസിംഗ്, ഹാർഡ് വർക്കിംഗ്, ഇൻറ്റ്യൂറ്റീവ് പവർ. രാമൂർത്തിയുടെ അച്ഛനും ഒരു കിങ് മേക്കർ ആയിരുന്നു, കൃഷ്ണമൂർത്തി. കേട്ടിട്ടില്ലേ? ചെറിയൊരു സാമ്യമുണ്ട്. കൃഷ്ണൻകുട്ടിന്നാ, ചെറുപ്പത്തിലേ മരിച്ചുപോയി. ഗാന്ധിജിയോടൊപ്പം തോളോട് തോൾ ചേർന്ന് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടുന്ന മഹാന്മാരിൽ ഒരാൾ. ഉപ്പു സത്യാഗ്രഹത്തിൽ വരെ പങ്കെടുത്ത അദ്ദേഹത്തെ ഒരിക്കലും ഉപ്പ് വാങ്ങാത്തതിന്റെ പേരിൽ ഭാര്യ തലക്കടിച്ച് കൊന്നു. ഇല്ലടോ തന്റെ അമ്മ. എന്നിട്ട് ഇപ്പോഴും പെൻഷൻ വാങ്ങി ജീവിക്കുന്നില്ലേ, ഒരു നാണവും മാനവും ഇല്ലാതെ. ഇതെന്താ മൊത്തം നനഞ്ഞിരിക്കുന്നേ? എന്നോടാണ്. എന്താ ഇദ്ദേഹം മൊത്തം നനഞ്ഞിരിക്കുന്നേന്ന്? ഓ, അത് വേറൊരു വലിയ ആരും അറിയാത്ത കഥ. ഞാൻ ദാഹിച്ചപ്പോ കുറച്ച് വെള്ളം കുടിച്ചാണ്, അപ്പൊ കുറച്ച് വേഗത്ത് വീണ്. അപ്പൊ ഇങ്ങനെ മൊത്തം നനയോ? സ്വിമ്മിംഗ് പൂളിന്റെ അടുത്ത് നിന്ന് കുടിച്ചതാ. വെള്ളം ദേഹത്ത് വീണപ്പം അറിയാതെ കാൽ തന്നെ പൊളി വീണത് അല്ലേ ചേട്ടാ? How pathetic ല്ലേ? അല്ല, നീ എന്താ ഇവിടെ ഈ സമയത്ത്? നിങ്ങളിവിടെ ഉണ്ടാവുന്ന എന്റെ 6th സെൻസ് എന്നോട് പറഞ്ഞു. ഹസ്ബൻഡ് ആൻഡ് വൈഫ് വിത്ത് 6th സെൻസ്. അമേസിംഗ്. 6th സെൻസ് അത്ര ശരിയല്ലല്ലോ. ഇത് ആരുടെ പദ്യ? രാമൂർത്തി. എന്റെ മിസ്സസ് രാമമൂർത്തിയുടെ പേര് ലീലാമണി എന്നെങ്ങാണ്ടല്ലേ? ശ്രദ്ധ. ഇത് സ്കൂളിലും ഒഫീഷ്യലായിട്ടും SL സർട്ടിഫിക്കറ്റിലൊക്കെ എങ്ങനെയായിരിക്കുമല്ലോ പേര് ലീലാമണിന്ന്. ഇത് വീട്ടിൽ വിളിക്കുന്നതായിരിക്കും അല്ലേ? ലൈക്ക് എവരിവൺ ഹാവ് നോ. എന്നായിരുന്നു ബർത്ത്ഡേ? എന്നാ ബർത്ത്ഡേ ശരിക്കും? ആഘോഷമൊക്കെ കഴിഞ്ഞോ? നാളെ എന്ന് വെച്ചാ ഇന്ന് രാത്രി 12 മണി നാളെ ആവുമല്ലോ. ഒന്നും അറിയാത്ത പോലെ. എങ്കിൽ പിന്നെ പോയി ഡ്രസ് ഒന്ന് മാറ്റിയിട്ട് വരാറുന്നല്ലോ. ഡ്രസ് മാറ്റിയിട്ട് വരും. നനഞ്ഞിരിക്കല്ലേ? ആ, വലിയ ഉപകാരം. ഞാൻ ഉള്ളല്ലേ ഡ്രസ് മാറ്റുന്ന സ്ഥലം. നടക്ക്. രാമമൂർത്തിയുടെ ഒരു കാര്യം. നടക്ക്. നെറ്റ്വർക്കും ഇല്ല.
ഹലോ, നിങ്ങൾ എന്ത് ഇന്റലിജൻസ് ഓഫീസറാണ്? എന്റെ ഹസ്ബൻഡ് എവിടെ പോയെന്ന് പറഞ്ഞ? ഡൽഹി. ആ ചുമന്ന ഓടിക്കാർ 8 മണിക്ക് എയർപോർട്ടിലേക്ക് കയറി. എയർ ഇന്ത്യ കൊച്ചി ടു ഡൽഹി 513 ഫ്ലൈറ്റ് 9 മണിക്ക് ടേക്ക് ഓഫും ചെയ്തു. എല്ലാം കറക്റ്റ് ആണല്ലോ. പിന്നെ എങ്ങനെയാണ് എന്റെ ഭർത്താവ് എന്റെ ഫാം ഹൗസിൽ നിൽക്കുന്നത്? പുള്ളിക്കാരൻ ഒരിടത്തും പോയിട്ടില്ല. ഇത് യുവർ ഓൺലി. നോ, ഇറ്റ്സ് ഇംപോസിബിൾ. യു ആർ എ സ്റ്റുപ്പിഡ് ഇഡിയറ്റ്. നിങ്ങളെ പ്രേമിക്കാൻ വന്ന എന്നെ വേണം ആദ്യം തല്ലാൻ. ഡോ, വണ്ടി ഒന്ന് നിർത്തിക്കേ. ചേട്ടൻ ഈ പെണ്ണുങ്ങളൂറിൽ സ്ഥലമില്ല അവിടെ എടുത്തല്ലേ? ടിക്കറ്റ് എവിടെ? താൻ വീണ്ടും തിരികെ അറിയോ? ഓ, റൂട്ട് മാറിക്കയറി എന്നെ പറ്റിക്കായിരുന്നല്ലേ? തന്നെ ഞാൻ കാണിച്ചു തരാടോ. ആ സ്റ്റേഷൻ മാസ്റ്റർ അല്ലേ സോമൻ സാറ്, അയാളെ ഞാനൊന്ന് വിളിക്കട്ടെ. താൻ എന്താ വെച്ചാൽ കാണിക്കും. കുറെ നാൾ കഷ്ടപ്പെട്ട് എക്സാം എഴുതി കിട്ടിയ ജോലിയാണ്. ഒരു കാരണവശാലും വിടില്ല. തന്നെ പഠിച്ച് അവിടെ പോകാൻ നിൽക്കണില്ല. ആ മാസ്റ്റർ അറിയാവുന്ന എല്ലാവരും കൊന്നിട്ടാണ് ഈ പോലീസ് ജോലിക്ക് തന്നെ നിൽക്കും. എവിടെ ഇറങ്ങാന്ന് വെച്ച് പറഞ്ഞേ? ഒരു ഉഴവൂര്. ആ ഉഴവൂര്. ബാക്കി ഇറങ്ങാൻ തരാം. ഓ ശരി. ഓ, ടിക്കറ്റ് എടുത്താ? എടുത്തു. ആ, ടിക്കറ്റ്. എന്തു പറ്റി? ചെറിയൊരു തലവേദന. ഇവിടെ തൊട്ടടുത്ത് മെഡിക്കൽ ഷോപ്പ് ഉണ്ട്, വേണം മെഡിസിൻ വാങ്ങി വരാം. ഞാൻ വാങ്ങിച്ചോളാം. ആ, ചേട്ടാ മരുന്ന് 20 രൂപ. ഇതെങ്ങനെ കഴിക്കണ്ടേ? തലവേദനക്കുള്ള മരുന്ന്. ഇതിന്റെ ബില്ലൊന്നും കൊടുത്തേക്ക്. ഈ ടാബ്ലറ്റ് ഉണ്ട്. ഏതാണ്? ഒന്ന് നോക്കട്ടെ. തലവേദനക്കുള്ള മോളെ തൊന്ന് നോക്കിയേ. ആ ചേച്ചി, അത് 2 എടുത്തോ. 2 അല്ലേ? ആദ്യത്തേത് ഉണ്ടോന്നും ഞാൻ നോക്കട്ടെ കേട്ടോ. ഓ, തലവേദനക്കുള്ള മരുന്ന്. ആദ്യത്തെ ഇല്ല കേട്ടോ ചേച്ചി, ഞാൻ നാളെ എടുത്ത് വെച്ചേക്കാം. ശരി. ഇതാ മരുന്ന്. ഇത് രാത്രി മാത്രം കഴിച്ചാൽ മതി. ആഫ്റ്റർ ഫുഡാണോ? ആ ഭക്ഷണം കഴിച്ചിട്ട്. സാറേ, തലവേദനയ്ക്കുള്ള മരുന്നാ. ആ മരുന്ന് കടയിലെ പെങ്കൊച്ച് തന്നതാ. ഇരുന്നോട്ടെ, ബസ്സിപ്പ് എടുക്കൂലേ? എവിടെ? ഒരു ഉളശം. ആ രാവിലത്തെ മരുന്നിന്റെ കാശ് കൂടെ തരണം കേട്ടോ. എത്രയാ? 5 രൂപ. 5 രൂപ? ആ 5 രൂപ. താങ്ക് യു. ഓ ശരി. ടിക്കറ്റ്. ശരിയേട്ടാ, നിന്റെ പണിയൊക്കെ തീർത്തിട്ടേ ഇനി വൈകിട്ട് വന്നാ മതി. ഓക്കെ. അതിന് ഇവനൊക്കെ വല്ല പണി ഉണ്ടായിട്ടാണ്. ടിക്കറ്റ് എവിടെ ഇറങ്ങണ്ടേ? പഴയ അവിടെ ടിക്കറ്റ്. ഒരു കോട്ടം ഇത്. മിസ്റ്റർ, എത്ര വയസ്സായി? എന്താ തനിക്ക് എത്ര വയസ്സായെന്ന് മനസ്സിലായില്ലേ? എന്തിനാണ് അതെന്ത് എഴുതി വെച്ചിരിക്കുന്നത്? ചേട്ടാ, അപ്പുറത്ത് സീറ്റ് ഉണ്ടല്ലോ, അവിടേക്ക് ഇരുന്നൂടെ? എന്തിനാട്ടാ ചൂടാവണേ? ഇരുന്നോട്ടാ, ഇരുന്നോ. മാധവൻ സാറ് കോടതി പിടിയാനല്ലേ? അതെ.
കോടതി ജംഗ്ഷനില്ല, അവിടെ എവിടെ? നിർത്ത്. നമ്പൂതിരി കയറാനുണ്ട്. അവന്റെ അരയെണ്ണ നട ഇന്നത്തോട് തീരുമല്ലോ. നമ്പൂതിരി ചേട്ടാ വേഗം കേറേ. ചേട്ടാ അങ്ങോട്ട് ഇരിക്കാൻ സമയമല്ല. ടിക്കറ്റ് ചേട്ടാ ഒരു മേലമുറി. സംഗുണ്ണേട്ടാ കോടതി പടി തന്നെയല്ലേ? മോളെ 200 പേജിന്റെ നോട്ട് ഒരു മിനിറ്റ്. എന്നോട് മാധവൻ ചേട്ടൻ വൈകിട്ട് വരാനാ പറഞ്ഞത്. പക്ഷെ ഞാൻ നേരത്തെ അങ്ങ് വരും. ഞാൻ ബുക്കല്ലല്ലോ ചോദിച്ച മോളെ ബുക്ക് ഞാനാ ചോദിച്ചത്. അയ്യോ സോറി. ഗുഡ് മോർണിംഗ് ദേവുക്കുട്ടി. ഗുഡ് മോർണിംഗ് അങ്കിളെ. അയ്യോ അങ്കിള് ബാഗ് വെക്കുന്നിടത്ത് ഞാൻ ഇതൊക്കെ എടുത്ത് വെച്ചേക്കാം. ഇപ്പൊ മാറ്റിത്തരാം. അതിന്റെ ഒന്നും ആവശ്യം ഇനി ഉണ്ടാവില്ല. ഇന്നല്ലേ ഫൈനൽ ജഡ്ജ്മെന്റ്. അച്ഛൻ എവിടെ? അച്ഛൻ പുറത്തു പോയേക്കാ. ശരി. ശരി ദേവുക്കുട്ടി, ഞാനൊന്ന് വക്കീൽ ഓഫീസർ വരെ പോയിട്ട് വരാം. അച്ഛനോട് പറ. പറഞ്ഞേക്കാം. ശരി. മോളെ വരി ഇട്ടതാ ചോദിച്ചത്. ഇപ്പൊ മാറ്റിത്തരാം. ഞാൻ വെള്ളം ചോദിച്ചോടെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമസ്കാരം. നമസ്തേ. ഹലോ ദിനേശ് സാർ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. അതാ ഞാൻ പറഞ്ഞത്. എക്സ്ക്യൂസ് മീ ഗേൾസ്. Yes. Where is advocate Mr. Alexander? He moved downstairs. Oh, I didn't know that. He's my lawyer. Are you guys new to this building? Yes. Oh, okay. Thank you. Nice guys. താഴേക്ക് മാറ്റി സാറേ. അതെന്താ ഓഫീസ് താഴേക്ക് മാറ്റിയത്? നമ്മുടെ കക്ഷികൾക്ക് മുകളിലോട്ട് കയറാൻ വയ്യ സാറേ. ഓ, ഐ സി. സാറേ, സാറിനെ കാണേണ്ട ആവശ്യമുണ്ടോ സാറേ? സാറ് ഭയങ്കര തിരക്കിലാണ്. അയാളുടെ ഓർമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലെന്നേ. കേസ് തോൽക്കാൻ പോകുമ്പോൾ ചില വക്കീലന്മാർക്ക് ഇങ്ങനെ പല അഭ്യാസങ്ങളും ഉണ്ട്. കേസിന്റെ വിധി ഇന്ന് വരെയല്ലേ, ജയിച്ചിട്ട് എന്താ പരിപാടി? നല്ല വില കിട്ടുന്ന സ്ഥലമാണ്. വെക്കാൻ വല്ല പ്ലാനും ഉണ്ടോ? പ്ലാനൊന്നുമില്ല. ഉണ്ടെങ്കിൽ എന്നോട് പറയണം, ഞാൻ എടുത്തോളാം. പിന്നെ വിധി വന്ന അപ്പൊ തന്നെ വസ്തുവിന്റെ പൊസഷൻ എടുക്കണം. സാർ, അതായത് വസ്തു നമ്മൾ കൈവശപ്പെടുത്തണം, എന്നിട്ട് കൃഷി ചെയ്ത് ആദായം എടുക്കണം. വസ്തുവിന്റെ കാര്യത്തിൽ പൊസഷനാണ് പ്രധാനം. അതാണ്. ഹാപ്പി ആയില്ലേ? ധൈര്യം. നല്ല ഗ്യാസാണ് സാറേ. അണ്ണാ ചേസ്. സമയല്ലടാ. അണ്ണാ ഇപ്പൊ ഒരു പകുതി ടെൻഷൻ അങ്ങ് പോയില്ലേ? പകുതി മാറി. ഇത് മൊത്തം പോണ്ടേ? ഈ പകുതി കൂടെ അങ്ങ് അടി, ലാഗാക്കല്ലേ. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്നാലും എന്റെ ടെൻഷൻ മാറുന്നില്ലടാ. ഇന്നെങ്ങാനും കേസിന്റെ വിധി വന്നാൽ പിന്നെ കോടതിയിൽ വരാൻ പറ്റില്ലല്ലോ. ഹായ്. ഹായ്. ചേട്ടനെന്തേ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇതെന്തിനാ? എന്താ കാര്യം? എന്തിനായിരിക്കും? പറ. ഇന്ന് വിധി വരും, അതോടെ ചേട്ടൻ്റെ ഇങ്ങോട്ടുള്ള വരവ് നിൽക്കും. തന്റെ വരവ് നിൽക്കുമല്ലോ. അപ്പൊ എനിക്കങ്ങനെ വരാതിരിക്കാൻ പറ്റുമോ? ഇവനോ? നിന്റെ അടുത്ത് വൈകിട്ട് വരാനല്ലേ പറഞ്ഞത്? വിധി വരുമല്ലേ? അതിന് വന്നില്ലല്ലോ.
എനിക്ക് വയ്യ ആ സമയത്ത് കിടന്നോടാൻ. ചേട്ടനോട് ആരെങ്കിലും കൺഗ്രാറ്റ്സ് പറയുമ്പോൾ താങ്ക്സും പറഞ്ഞോണ്ടിരുന്നാ പോരെ. ലഡു മാത്രമേ വാങ്ങിയോളൂ? ജിലേബി കിട്ടിയില്ല. ഹലോ. മാധവ് സാറേ, നമ്മുടെ കേസ് വീണ്ടും മാറ്റി വെച്ചു. ഓ ശേ, ഇതിനൊരു അവസാനം ഇല്ലേ? മോളെ, ആ ലഡു എല്ലാം താഴെ എടുത്ത് വെച്ച് വിറ്റോ. നീ വാടാ. വാടാ വാടാ. ചേട്ടാ ചേട്ടാ, അപ്പൊ ഇനി നമുക്ക് വരാല്ലേ? ആ ഹലോ. നമ്മുടെ കേസ് മാറ്റി വെച്ചു. മാറ്റി വെച്ചാ? ഞാൻ അന്നേരം വിചാരിച്ചതാ ഇങ്ങനെ പെട്ടെന്ന് തീരാ ഇതെന്താ ജനസമ്പർക്ക പരിപാടി എങ്ങനെയാണ്. കോടതി ആരാ മോൻ? പീറ്ററേ, എന്തിന്? അല്ല, ഒരു 2.60 4 മുട്ടയും കൂടെ പറയാം. എന്റെ ടെൻഷൻ തീർന്നു. ഒന്നുകൂടെ ആലോചിച്ചു. ഈ പത്രികയിലാണോ പേരെഴുതി വെച്ചേക്കണ? ഈ ഇരിക്കുന്നതാണ് പത്തിരി. ടിഷ്യൂ പേപ്പറിൽ ഗ്രാവി മുക്കി തിന്നിട്ട് പത്തിരി പോരാ. കൊണ്ടോ 550 രൂപ. അപ്പൊ അതെടുത്താ മതി. ഒന്ന് കൈ വേണ. അണ്ണനൊന്ന് കൈ വെച്ചപ്പോ പുഷ്പം പോലെ. എന്തറിയാ ചേട്ടാ, ഇത് കള്ളുടിമാരായതുകൊണ്ട് തന്നെയാണ്. ഉള്ളതിന് നല്ലതാടേ. This all are Rubalkali desert area, and now we are existing on this location, and they lost from this location. After we don't know, they went this side or that side, and from here the Saudi border is around 300 kilometers, but this all are very dangerous area. How long they have been there? Today is day 3rd. 2 nights over. Just yesterday we confirmed they lost in desert, and we started the search operation, and unfortunately because of sunstorm we stopped search operation. Anyways, today അഷ്റഫ് അവിടെ നിൽക്കുന്നുണ്ട്. അഷ്റഫേ, സലീം എത്തിയല്ലോ. എന്തായി കാര്യങ്ങള്? ഞങ്ങൾ ഇത്തിരി ലേറ്റായി. ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലേ? റെസ്ക്യൂ ടീം എത്തിയിട്ടുണ്ട്. സെർച്ചിങ് തുടങ്ങാൻ പോവാ. direction. Please go ahead a 50 kilometer inside, and please look around the north area as well. Over and out. Okay, good. Keep searching and let me know. بترول خلص. Allah. What do we do now? There is nothing to do. We have to walk. ഫൈസലേ, എടാ ഇനി എന്താ ചെയ്യാ?
എനിക്കൊരിക്കലെങ്കിലും എൻ്റെ ഉമ്മാനെ കാണാൻ പറ്റും. യാത്രയിൽ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു അതെൻ്റെ ഉമ്മയായിരിക്കുമെന്ന്. പക്ഷെ എൻ്റെ മനസ്സ് പറയുന്നു ഇനി ഇവിടുന്ന് ഒരു തിരിച്ചുപോക്കുണ്ടാവില്ല. അഭിലാഷ്, കഴിഞ്ഞ ശനിയാഴ്ചയാണ് നിസ്വലിൽ നിന്ന് സ്വദേശി പൗരനും 3 മലയാളികൾ ഉണങ്ങുന്ന 4-അംഗ സംഘം ഈ കാണുന്ന മരുഭൂമിയിലേക്ക് പോയതായി കണക്കാക്കുന്നത്. ഇന്നലെ ഉച്ചയോടെയാണ് ഇവരെ കാണലെന്ന് കാട്ടി ഇവരുടെ സുഹൃത്തുക്കൾ പോലീസിൽ പരാതിപ്പെടുന്നത്. രാത്രി വൈകി തിരച്ചിൽ ആരംഭിച്ചുവെങ്കിലും ശക്തമായ പൊടിക്കാറ്റ് കാരണം തിരച്ചിൽ നിർത്തിവെക്കുകയായിരുന്നു. ശിഖ നല്ല പേര്. അയാൾ വന്നല്ലേ? അയാൾ വരികയും ചെയ്തു, അല്ല എന്നോട് പറയുകയും ചെയ്തു. എന്തിനാ എന്നോട് കള്ളം പറഞ്ഞ? നീ എന്നെ ചതിക്കരുത്. ഞാൻ ചതിക്കായിരുന്നു രഘു. ഞാൻ ഒരൊറ്റ കള്ളം പോലും പറഞ്ഞിട്ടില്ല. ഞാൻ ചൈതാലിയാണ്, ശിഖയല്ല. അയാള് കൊന്ന അയാളുടെ ഭാര്യയുടെ പേരാണ് ശിഖ. അയാൾക്ക് പ്രാന്ത. അയാൾ വിചാരിക്കുന്നത് ഞാൻ അയാളുടെ ഭാര്യ ശിഖയാന്നാ. എനിക്കാരും വിശ്വാസമില്ല. എനിക്കാരും വിശ്വാസമില്ല. നിങ്ങളിനി എന്നെ വിശ്വസിക്കണ്ട. എനിക്കാ തെറ്റുപറ്റിയത്. നിങ്ങൾ എന്നെ രക്ഷിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഇനിയെങ്കിലും സമാധാനത്തോടെ ജീവിക്കാമെന്ന്. എനിക്കൊന്നും വിധിച്ചിട്ടില്ല. അയാൾ എന്നെ കൊല്ലാണി കൊല്ലട്ടെ. ഞാൻ പൊയ്ക്കോളാം. നിങ്ങൾ എന്നെ രക്ഷിക്കണ്ട. പക്ഷെ പോകുന്നതിന് മുമ്പ് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഞാൻ തെളിയിക്കും. നിങ്ങളുടെ റെയിൽവേ ഫോണിൽ ഞാൻ പോലീസിനെ അറിയിക്കും. അവർ വന്നാൽ കൊലപാതകം അറസ്റ്റ് ചെയ്യട്ടെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഞാൻ പറഞ്ഞത് സത്യമായിരുന്നെന്ന്. വേണ്ട, പോലീസിനെ വിളിക്കട്ടെ. ഓ, പോലീസ് വന്നാൽ നിങ്ങളും പിടിക്കപ്പെടുമല്ലോ. നിങ്ങൾക്ക് നിങ്ങളെ മാത്രം രക്ഷിച്ചാൽ മതിയല്ലേ? You're just another mean and selfish man. Why are you doing this to me? Huh? സാരല്ല, പോട്ടെ. നമുക്ക് പോവാം. നമുക്ക് ദൂരെ എവിടെയെങ്കിലും പോവാം. എന്നോട് ആരും ഒന്നും ചെയ്യില്ല. It'll be better. Huh? Shut up, Sinju. ഈ ഡ്രാമയുടെ ആവശ്യമില്ല. ഇവിടെ നിന്ന് എന്നെ കൊണ്ടുപോകാൻ തടയാനായിട്ട് ആരുമില്ല. ഇയാൾക്ക് അതിനുള്ള കഴിവില്ല.
ശിഖ. Don't call me that. I'm not your dead wife. നമുക്ക് പോവാം. അല്ല ഔസേപ്പേട്ടൊന്നും പറഞ്ഞില്ല. നീ എന്നാണ് ഈ ഏലത്തിന്റെ ചോട്ടി കലക്കി ഒഴിക്കുന്നത്? എന്റെ അച്ചോ, എന്തിനാ ഈ ഓഡിറ്റോറിയത്തിൽ AC? ഒരു 5-6 ഫാൻ മേടിച്ചിട്ടാ പോരെ? അല്ല അതൊരു കുറച്ചിലല്ലേ. ആർക്ക്? അച്ഛനാ? എന്നാ അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തൊരു AC വാങ്ങിച്ചു വെക്കുക. അതെന്ത് വർത്തമാനം ഔസേപ്പേട്ട? പിന്നെ പള്ളിക്ക് വേണ്ടിയല്ലേ. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു 1000 രൂപ അങ്ങോട്ട് തരാം. രസീത് തരണം കേട്ടോ. 1000 രൂപയോ? 1000 രൂപ ആണെങ്കിൽ ഔസേപ്പേട്ടൻ തരണ്ട, അത് കയ്യിലൊന്ന് വെച്ചോ. സന്തോഷം. മാറ്റു, ഈശോ മിശിഹായെ സ്വീകരിക്കട്ടെ. എപ്പോഴും സ്വീകരിക്കട്ടെ. എനിക്കൊന്നൊരു കുറവില്ല. സെൽവ, ഈ അച്ഛൻ തന്നെട്ടാ നല്ല അടുപ്പിലാണല്ലോ. അതെ, ഔസേപ്പേട്ടൻ നന്നായിട്ട് തണുപ്പിച്ചിട്ടാ വിട്ടെ. അതാ എടാ, ഒന്ന് വേഗമാട്ടെ. ഇത് അപ്പടി ചൊറിയാണല്ലോ അറിയിപ്പിച്ചേട്ടാ. നീ അതവിടെ ഇട്ടേച്ചേ, വന്ന കാര്യം പറ. കാര്യം പറയടാ. അപ്പൊ എനിക്ക് കുറച്ച് കാശ് വേണം. കുറച്ചെന്ന് പറഞ്ഞ ഒരു 5 ലക്ഷം. 5 ലക്ഷം. എടാ സെൽവാ, എന്തോ നീയേ ആ മരത്തിലോട്ട് കയറിയിട്ടേ ഒരു 5 ലക്ഷം രൂപ എനിക്ക് പറിച്ചേ. 500 നോക്കി പറിക്കണം കേട്ടോ. അപ്പൊ ചുമ്മാ തമാശ പറയല്ലേ? അപ്പൊ എന്റെ പൈസ തരാൻ പറ്റൂല. എടാ, നീ ചോദിക്കുമ്പോ പൈസ തരാനേ എന്റെ ഈ പണം കായ്ക്കുന്ന മരമൊന്നും ഇല്ല. അപ്പാ എനിക്ക് അത്ര അത്യാവശ്യം വേണ്ട. അപ്പൊ എന്റെ കാശിലല്ലേ എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് കാശ് തന്നേക്കും. വീതം? എന്റെ വീതം. എടാ, നാട്ടുകാരുടെ കാര്യം നോക്കി ഇങ്ങനെ തേരാപ്പാറ് നടക്കാതെ നീ നിന്റെ സ്വന്തം കാര്യം നോക്കാൻ പഠിക്കടാ. എടാ, കുടുംബത്തിന് എന്തെങ്കിലും ഗുണം കിട്ടണ്ടേ? അപ്പൊ തരത്തില്ല അല്ലേ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്യ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നടത്താം. എന്നിട്ട് ഇഷ്ടമുള്ളത് എടുത്തോ. അപ്പാ ഈ കാര്യങ്ങൾ എന്ന് പറയുമ്പോഴേ നാട്ടുകാരുടെ കഴുത്തിറക്കുന്ന അപ്പൊ ഞാൻ ബ്ലേഡിന്റെ പരിപാടി കാണത്തില്ലേ? നിർത്തടാ ഒന്ന്. ഞാൻ പറയുന്ന പോലെ കേട്ടില്ലെങ്കിൽ ഈ സ്വത്തുക്കൾ മുഴുവൻ ഞാൻ അനാഥാലയത്തിൽ എഴുതി കൊടുക്കും. നിനക്കൊരു ചില്ലി കാശ് ഞാൻ തരിക. വേണ്ടപ്പാ, അപ്പൊ തരണ്ട. എന്നാ വേണമെന്ന് എനിക്കറിയാം കേട്ടോ. ഞാൻ പോയേക്കോ. ബ്ലസ്സി എവിടെ? പിന്നീടുള്ള കുറേ ദിവസം ബാംഗ്ലൂർ നിർത്താതെ മഴ പെയ്തു. പണ്ട് അമ്മ അവസാനമായിട്ട് കണ്ടിട്ട് ഇറങ്ങുമ്പോഴാണ് പപ്പ ഇതുപോലെ ഞാൻ കാണുന്നത്. അന്ന് പപ്പയുടെ മനസ്സിലൂടെ എന്തൊക്കെയാ പോയെന്ന് ഇന്നെനിക്ക് മനസ്സിലാവും. It's a case of diffuse axonal injury and we can't predict the prognosis. She can be in this vegetative state for quite a long time. ഡോക്ടർ പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലായില്ല. Philip, please take a good decision. ഡോക്ടറിനുള്ള ഉത്തരം തമ്മി പറയാതെ തന്നെ ഞങ്ങൾക്ക് അറിയായിരുന്നു. ഞാൻ മുന്നേ പറഞ്ഞില്ലേ ഞങ്ങൾ മഴ വരുമ്പോടി അകത്ത് വരുന്നവരാണെന്ന്. പക്ഷെ വിതൗട്ട് എനി ഡൗട്ട്
ലൈഫിൽ ആദ്യമായിട്ട് ഞങ്ങൾ മഴ നനയാൻ തീരുമാനിച്ചു. A lot of things changed in the last 3 months. അതിനുശേഷം ഞാൻ സ്കേറ്റ് ചെയ്തിട്ടില്ല. I left everything that made me happy. ഞങ്ങൾ തമ്മിലുള്ള സംസാരം കുറഞ്ഞു. വീട് മൊത്തം സൈലന്റ് ആയിപ്പോയി. We really miss her. എന്നെ സ്കൂൾ മാറ്റി. ബിക്കോസ് സ്കൂളിനെതിരെ പപ്പ കേസ് കൊടുത്തോണ്ട് എനിക്കവിടെ പഠിക്കാൻ പറ്റില്ലല്ലോ. ഇറ്റ് വാസ് ഡിഫിക്കൾട്ട്. ബട്ട് എനിക്ക് മനസ്സിലാവും. ഞാനും വിവേകും പിന്നെ മിണ്ടിയിട്ടില്ല. സ്കൂളിന്റെ മിസ്റ്റേക്കായിട്ടും വിവേകും ഈ കേസിൽ പെട്ടുപോയി. ഡെയിലി ഒരിക്കലെങ്കിലും ഞങ്ങൾ ബിറ്റിയെ കാണാൻ പോവും. പക്ഷെ ഞാൻ അവളുടെ അടുത്ത് അങ്ങനെ ഇരിക്കാറില്ല. ബിക്കോസ് എവിടെയോ I feel responsible for all of this. No sign of pneumonia. And the culture reports are also negative. It's a viral fever. It will subside in a few days. Don't worry. From the neurology side, we have added few more medicines. Excuse me. Hello? She will come back strong. കാശ് എറിഞ്ഞ് കേസ് ഒതുക്കാൻ നോക്കിയിട്ട് എന്തായി? കേസ് തോക്കുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇപ്പൊ ഈ കോംപ്രമൈസിന് വന്നിരിക്കുന്നത്. നടക്കില്ല. അവരുടെ കാശ് എനിക്ക് വേണ്ട. ഇതും പറഞ്ഞ് അവരെന്റെ അടുത്ത് വരണ്ടെന്ന് പറഞ്ഞേക്ക്. See, Mr. Philip, it's our mistake. We do accept it. We should have been a bit more careful. Somehow things got messed up. Now, we should be looking at what best can be done for her. Right, Basil? So the thing is, അവനല്ല ഞാനാ കേസ് കൊടുത്തത്. യു ക്യാൻ ടോക്ക് ടു മീ. Mr. Philip, we are really... സർ, എനിക്ക് മനസ്സിലാവും സാർ നിങ്ങളുടെ സിറ്റുവേഷൻ. അതുപോലെ ഞങ്ങൾക്കറിയാം ബാംഗ്ലൂർ ഒരു ഹോസ്പിറ്റലിൽ ഇതുപോലൊരു കേസിനുണ്ടാവുന്ന ചാർജസ് ഇത്രയും നാളായില്ലേ. ഇറ്റ് മൈറ്റ് ബി ഗെറ്റിംഗ് ഡിഫിക്കൽട്ട് ഫോർ യു, റൈറ്റ്? ലെറ്റ്സ് ഹാൻഡിൽ ദാറ്റ്. വാട്ട് യു സേ? കുടിക്കാൻ എന്തെങ്കിലും? നോ സർ, വി ആർ ഗുഡ്. നിങ്ങളുടെ സ്കൂൾ ഞാൻ പൂട്ടിക്കും. എന്റെ കുഞ്ഞിനു വേണ്ടി ഏതറ്റം വരെയും ഞാൻ പോകും. നമുക്ക് കോട്ടലിനോടണ. ഇതും പറഞ്ഞ് ഒരുത്തനും ഇവിടെ വരണ്ട. പറഞ്ഞേക്ക്. ലൈറ്റ് ഡൗൺ ആയ ഉടനെ തന്നെ ക്യാമ്പ് ഫയറിന്റെ ഷോട്ട് എടുക്കണേ. സോങ്ങിന്റെ ഓപ്പണിംഗ് അല്ലേ? നമുക്ക് നോക്കാം, ചെയ്യാൻ പറ്റുമായിരിക്കും. ആ മോളെ, ആ പുള്ളി ശരിക്കും നിങ്ങളുടെ അമ്മാവനാണോ? അതെ, അമ്മാവനാ. അത് ആരായിട്ട് വരും? ഇതൊന്നും പഠിച്ചേ. അത് ഞങ്ങളുടെ അച്ഛന്റെ, അമ്മായിയുടെ, വല്യമ്മയുടെ, മകന്റെ, മകളുടെ, ഹസ്ബൻഡിന്റെ. മതി മതി മതി, അടുത്ത ബന്ധാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ആ ബന്ധം ഇതൊന്നും പറഞ്ഞാൽ തീരത്തില്ല. ഹാരി, അങ്ങോട്ട് പോയേ. അയ്യോ, വരുന്നില്ലല്ലോ പണ്ടാരം. അയ്യോ, വേദന എടുക്കുന്ന എന്റെ ദൈവമേ. വെയിലത്തായി പോലും മൊത്തം. ഇനി ചെറിയ പാട്ട് അങ്ങോട്ട് വെക്കാം. പാട്ട് കേട്ടിട്ടുള്ള പണിയൊക്കെ മതി. സൂയിക്കാം. ആ ശല്യം അങ്ങനെ കഴിവായി.
പണിയുടെ എണ്ണം തെറ്റിയത് ഇവരെ അറിയാതിരുന്ന കാരണം. കഴിച്ച് വെള്ളം നോടാ. സാധനം കിട്ടിയേട്ടാ. കിട്ടിയോന്നാ? ഇതേതാ നാട്? ഇതേതാ രാജ്യം? ഏതാ? ദേ നിങ്ങൾ പറഞ്ഞ പോലെ റെഡ് ബോൾ പൊളിച്ചല്ല മച്ചാൻ. ഇതാണല്ലേ റെഡ് ബുള്ള്? ആ കടയിൽ ഈ കളറ് ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ബാക്കിയുള്ളതൊക്കെ പച്ച മഞ്ഞായിരുന്നു. അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോ ഇത് തന്നെ തരാന്നാ പറഞ്ഞേക്കണേ. നന്നായി. ഡുഡു ഇതാടാ റെഡ് ബുള്ള്, കൊണ്ടുപോയി ആർട്ടിസ്റ്റിന് കൊടുക്ക്. റെഡ് ബോളാ? അതെ എടാ, തലപ്പന്ത് കളിക്കാനാണെങ്കിലേ ഞാനുണ്ടെന്ന് പറയട്ടോ. ഉഗ്രനിട്ട് കളിക്കും. എടാ അല്ല, എന്റെ വേഷം എന്താടാ? ചേട്ടാ അതെ, ചേട്ടൻ ഇവിടെ കുറെ നേരം അന്വേഷിച്ച് കണ്ടില്ല. ഇനിയിപ്പോ ആ ബംഗാളിനെ കണ്ട പുള്ളിയുടെ വേഷം കൂടി കഴിഞ്ഞാ ചേട്ടനെ വിളിക്കും. അല്ല, ഈ ബംഗാളിനെ എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. ബംഗാളികളൊക്കെ സിനിമയിലും ആയ. അരെ ബംഗാളി, തും രാജൻ മേസിരിക്ക ബംഗാളി സാലെ ബംഗാളി. ഞാനാടാ മേനാടാ, ഗോപിനാഥ മേനൻ. നിനക്കത് മനസ്സിലായില്ലേ? മേനെ നിങ്ങളോടാ ഈ കൊലച്ചതി ചെയ്തത്? സിനിമയല്ലേ, പിന്നെ സിനിമക്കാരെ വേഷം എനിക്ക് കണ്ടോ സംഭവമൊക്കെ അടിച്ച് പൊളിച്ചോണ്ടിരിക്കുക. ഞാൻ തകർത്തോണ്ടിരിക്കുക ഞാനിവിടെ. രാവിലെ കാണാൻ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ഇനി എന്റെ കള്ളങ്കാനം കുടിച്ചിട്ടാണോ? രവി, മനസ്സിലായി. പാരമ്പര്യമായിട്ട് ഇവർക്ക് മറ്റതിന്റെ അസ്കിത ഉള്ളതാ. ഒന്ന് സൂക്ഷിച്ചോ. സൂക്ഷിക്കാട്ടാ. മൊത്തം ബാധകളാന്ന് തോന്നുന്നുണ്ട്. പറഞ്ഞേ, നിന്നോടല്ലേ ഞാൻ പറഞ്ഞ വരാൻ പറ്റില്ലെന്ന്. എനിക്കിവിടെ ഒരുപാട് പണിയുണ്ടെന്ന്. സീൻ തീർക്കണം. അത് കുറെ സീൻ ഉണ്ട്. ഏകദേശം ഒരു 10-400 കാണും. നീ വെച്ചിട്ട് പോയിക്കേ. വൈകിട്ടാ? വേണ്ട വേണ്ട വേണ്ട, അരിയിടണ്ട. ഞാൻ മിക്കവാറും ഷൂട്ടിങ്ങുകാരുടെ ഒപ്പം കൊച്ചിയിലേക്ക് പോകും. സൈക്കിളോ? അത് ഇവിടെ എവിടെയെങ്കിലും കാണും. വന്നിട്ട് പാക്കലാം ചലാം മുദ്ദുഗം. ഭാര്യ അങ്ങ് മധുരയില വീട്. ചേട്ടോ അവിടെ പോയി നോക്ക്, അവിടെയാണ് ഷൂട്ട് നടക്കണേ. ആണോ? എന്നാ ഞാൻ അഭിനയിച്ചിട്ട് വരാം. ആയിക്കോട്ടെ. ഓടാ വരാന്താ.